ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ഉത്തരം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോ. നമുക്ക് ഇതേ രീതിയിലുള്ള മറ്റൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ചോദ്യം കണ്ടില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മിശ്ര ഭിന്നമാണ് ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്. ഈ മിശ്ര ഭിന്നങ്ങളെ നിങ്ങൾ ഭിന്നസംഖ്യകളിലേക്ക് മാറ്റി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന പൂർണ്ണസംഖ്യ ഉണ്ടല്ലോ, 2 + 3 + 4 - 1, ഇത് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന 3/4 + 1/2 + 1/4 - 1/2 ചെയ്യുക. ഈ ഉത്തരം തന്നെയായിരിക്കും ഈ ഒരു ക്രിയ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിഹ്നങ്ങൾ നിങ്ങൾ മാറാൻ പാടില്ല. ഇവിടെ പ്ലസ് കഴിഞ്ഞ് ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, അതുപോലെ ഇവിടെയുള്ള മൈനസ് അത് നിങ്ങൾക്ക് മാറാൻ പാടില്ല. ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. 2 3 കൂട്ടിയാൽ 5, 5 + 4 എന്ന് പറഞ്ഞാൽ 9, 9 - 1 8 കിട്ടുക. പ്ലസ് 3/4, ഇവിടെ ഒരു +1/2 ഉണ്ട്, -1/2 ഉണ്ട്, അത് രണ്ടും 0 ആയി പോകും. ബാക്കിയുള്ളത് 3/4 + 1/4 എന്ന് പറഞ്ഞാൽ 4/4 എന്ന് കിട്ടും. 8 + 4/4 എത്രയാണ്? 1. അപ്പോൾ നമ്മുടെ ഉത്തരം 9 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഇതെങ്ങനെ കിട്ടുന്നതെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു മിശ്രഭിന്നം, ഇപ്പോൾ ഉദാഹരണത്തിന് 2 3/8 എന്ന് പറയുന്ന ഒരു മിശ്രഭിന്നമാണെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ എഴുതുക 2 + 3/8 എന്നാണ്. 2 + 3/8 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 2 3/8. അപ്പോൾ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയത്. വളരെ സിമ്പിളായി പോയി അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ